നമ്മുടെ ഇവിടെ ഇന്ന് രാവിലെ 6:15 സമയത്തിൽ ഇവിടുത്തെ തൃശ്ശൂരിൻ്റെ ഈ പിയാൻ പാർക്ക് സ്ഥലത്തിൽ തീപിടുത്തം ഉണ്ടായിരുന്നു. അതിൻ്റെ അന്വേഷണ ഭാഗമായിട്ട് ഞങ്ങൾ യൂണിയൻ്റെ ഇവിടത്തേക്ക് ഇതിൽ പ്രാഥമികമായിട്ടുള്ള വിവരങ്ങൾ വെച്ചിട്ട് ഇവിടുത്തുള്ള ആ കെയർ ടേക്കറായിട്ടുള്ള ആ മാഡത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് പ്രകാരം നമ്മൾ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതിൻ്റെ നമ്മുടെ ഫോറൻസിക് ടീമും അതെല്ലാം ഇവിടെ ആൾറെഡി വിസിറ്റ് ചെയ്തു നടക്കുന്നുണ്ട്. ഇതിൻ്റെ അന്വേഷണത്തിന് വേണ്ടി വി കൺസ്റ്റിറ്റ്യൂട്ട് എ സ്പെഷ്യൽ ടീം ഹെഡഡ് ബൈ ദ ലോക്കൽ നമ്മുടെ അഡീഷണൽ SP അദ്ദേഹം ACPയും പിന്നെ CMR ഇൻസ്പെക്ടർമാരായിട്ട് നമ്മുടെ കമ്മീഷണർ സ്പെഷ്യൽ ടീം കൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ തീപിടുത്തത്തിൻ്റെ മുറിവും കാര്യങ്ങളും മനസ്സിലാക്കാം, അതെന്താ കാരണമെന്നത് അതിൻ്റെ പൂർണ്ണമായിട്ട് വിഷയങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് പറയാൻ പറ്റും. നമ്മുടെ ഈ റെയിൽവേ സ്റ്റേഷൻ്റെ രണ്ട് ഭാഗത്തും ഇത്തരം പാർക്കിംഗ് ലോട്ടുകളുണ്ട്. പ്രത്യേകിച്ചും ഈ ബൈക്കുകൾ ഇങ്ങനെ അട്ടിയടുക്കി വെക്കുക, ഒരു സുരക്ഷാ മാനദണ്ഡങ്ങളില്ല, അതിനുള്ള കവർ ചെയ്യാനുള്ള ഫയർ സംവിധാനങ്ങളില്ല, അത് ഉപയോഗിക്കാൻ അറിവുള്ളവരില്ല, ഈ ടോൾ ഫ്രീ നമ്പർ പോലും പ്രദർശിപ്പിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. അതൊക്കെ ഇൻസിസ്റ്റ് ചെയ്യുമോ സാർ ഇനി? തീർച്ചയായിട്ടും നമ്മൾ ഇതിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മുടെ എല്ലാ സ്ഥലങ്ങളിലും ഉള്ള സംസ്ഥാനത്ത് മുഴുവത്തുള്ള ഈ പേ പാർക്കിംഗ് കേന്ദ്രത്തിൽ ഒരു സെക്യൂരിറ്റി ആഡിറ്റ് നടത്താൻ വേണ്ടി ആഡിറ്റ് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് SP റെയിൽവേസിന് വേണ്ടി. ഇപ്പോൾ അദ്ദേഹം ഇന്ന് തന്നെ അത് സെക്യൂരിറ്റി ആയിട്ട് നടത്തും. നമ്മൾ എല്ലാ കാര്യങ്ങളിലും വളരെ സമഗ്രമായി നോക്കും. അവിടുത്തെ സുരക്ഷ വർദ്ധിപ്പിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും. അതോടൊപ്പം തന്നെ റെയിൽവേസും ലോക്കൽ പോലീസും RPFും പിന്നെ GRP എല്ലാവരുമായിട്ട് നമ്മൾ ഒന്നിച്ച് ചെയ്തിട്ട് സുരക്ഷ വർദ്ധിപ്പിക്കാനുള്ള ശ്രമം പ്രാഥമികമായിട്ട് അങ്ങനെ പറഞ്ഞതാണ്. അതിൻ്റെ ഞങ്ങൾ അന്വേഷണം അങ്ങനെ റൂൾ ഔട്ട് ചെയ്യുന്നില്ല. പക്ഷേ പ്രാഥമികമായിട്ട് ഇപ്പോൾ കിട്ടിയത് ഐ വിറ്റ്നസ് പറഞ്ഞ കാര്യത്തിൽ അവർ പറഞ്ഞത് ഇവിടുത്തെ സ്പാർക്ക് മറ്റേ മോളിലുള്ള ഹെഡിലെ നമ്മുടെ ഈ റെയിൽവേ ലൈനിൻ്റെ വീണ സ്പാർക്ക് പറഞ്ഞതാണ്. അതിൻ്റെ കാര്യങ്ങളും അന്വേഷണ ഭാഗമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന തെളിവെടുപ്പെടുത്തിലേക്ക് തീർച്ചയായിട്ടും എല്ലാ ഇങ്ങനെയുള്ള പേ പാർക്ക് സ്റ്റേഷൻസ് എല്ലാവരുടെ കൂടെ ഇപ്പോൾ തന്നെ പോലീസ് അവിടെ സന്ദർശിക്കും, അവിടുത്തെ എല്ലാ സെക്യൂരിറ്റി ആയിട്ട് നടത്തും. അത് നമ്മൾ അവിടുത്തെ സുരക്ഷ ഉറപ്പാക്കാനുള്ള എല്ലാ ശ്രമവും ഞങ്ങൾ എല്ലാ പാർക്കിങ്ങും തീർച്ചയായിട്ടും റെയിൽവേ സ്റ്റേഷൻസ് അതുപോലെ തന്നെ എല്ലാ എവിടെ നമുക്ക് തിരക്കുമായിട്ട് ഇങ്ങനെ ഉണ്ടോ അതിന് കാരണം നമ്മൾ ശ്രദ്ധിപ്പിക്കാൻ ചെയ്യുന്നത്. അത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അതിന് നമ്മൾ അതിന് ആവശ്യമുള്ള നടപടി സ്വീകരിക്കുന്നതിലേക്ക്